ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് പേൾസിൻ്റെ പ്രീമിയം ആയിട്ടുള്ള നെക്ക് പീസസ് കാണാം കേട്ടോ. നെക്ക് പീസസ് മാത്രമാണ്, നമുക്ക് ഇയറിങ്സ് ഇതിന് വരുന്നില്ല. ഫസ്റ്റ് ഇതാണ് ഒരു പ്രീമിയം ആയിട്ടുള്ള നെക്ക് പീസ്. വി ഷേപ്പിലാണ് വരുന്നത്. ഇതിൽ നമുക്ക് വരുന്നത് പിങ്ക് കുന്തൻ സ്റ്റോൺസും പേളും അതുപോലെ തന്നെ ഗ്രീൻ എമറാൾഡ് ഗ്രീൻ പേളും കൂടിയിട്ടാണ് വരുന്നത്. ഒരു വി ഷേപ്പിലാണ് കേട്ടോ അതിൻ്റെ ഷേപ്പ് വരുന്നത്. നമുക്കൊരു വെഡ്ഡിങ്ങിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെയർ ചെയ്യാവുന്ന ഒരു ഭയങ്കര ഫെദർ ടച്ച് ആയിട്ടുള്ള ഒരു നെക്ക് പീസാണ്. നമുക്കിതിന് സ്റ്റഡ് അവൈലബിൾ ആണ്. അതിന് നമുക്ക് എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇതാണ് ഒരു പ്രീമിയം ലുക്കിൽ വരുന്ന ഒരു നെക്ക് പീസായിട്ട് വരുന്നത് കേട്ടോ. ഇതിൻ്റെ മാല നമുക്ക് കണക്ട് ചെയ്തിടാവുന്നത് ഇങ്ങനത്തെ ഒരു കണക്ടറായിട്ടാണ് വരുന്നത്. അതുകൂടാതെ നമുക്ക് ഇങ്ങനത്തെ ഒരു കണക്ടർ ചെയിനും കൂടി അഡ്ജസ്റ്റബിൾ ചെയിനും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഷ്ടാനുസരണം നമുക്കത് മാറ്റി ഉപയോഗിക്കാം. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള നമ്മൾ അരിമണി എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു പേളാണ്. ഐവറി അല്ലെങ്കിൽ വൈറ്റ് ക്രീം എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ 2mm പേൾസാണ് വരുന്നത്. ഉള്ളിൽ ഗോൾഡിൻ്റെ കണികളാണ് കേട്ടോ വരുന്നത്, ചെറിയ ചെറിയ റിങ്സ് പോലെ. ഇത് 8 ലെയറായിട്ട് വരുന്ന ഒരു നെക്ക് പീസാണ്. അത്യാവശ്യം ഇറങ്ങിക്കെടുക്കുന്ന രീതിയിൽ നമുക്ക് എല്ലാ ഒരു ഒക്കേഷനും വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നെക്ക് പീസാണ്. നമുക്ക് ഇത് കണ്ടോ, അത്യാവശ്യം നല്ല, ഇതിലിപ്പോൾ ഞാൻ കയ്യിലെടുത്തേക്കുന്ന 3 സ്ട്രിങ്സ് ആണ്. ഇതിന് ഏകദേശം ഒരു 8 ലെയറായിട്ട് വരുന്ന ഒരു മാലയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്ലാസി ആയിട്ട് നിൽക്കുന്ന ഒരു മിനിമൽ വെയറാണ്. ഇതിന് നമുക്ക് സ്റ്റഡ് അവൈലബിൾ ആണ്. നമുക്ക് ചെറിയൊരു പേളിൻ്റെ എന്തെങ്കിലും സ്റ്റഡ് ഇട്ടാലും ഇതിന് ഓക്കെ ആണ്. നല്ല ലുക്ക്, ഒരു റോയൽ ലുക്ക് നമുക്ക് കിട്ടും. ഇങ്ങനെയാട്ടോ അതിൻ്റെ ബാക്കിൽ വരുന്നത്. അഡ്ജസ്റ്റിന് അവിടെ നമുക്ക് എല്ലാ ചെയിനും കൂടി ഗ്യാദറായിട്ട് ഒരു വലിയൊരു 8mm പേള് വന്നിട്ടാണ് പിന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലോക്ക് ഇതിന് വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ ഒരു സെക്കൻഡ് പീസായിട്ട് തന്നെ. നല്ല അടിപൊളിയാണ്. നമുക്ക് സാരിയുടെയൊക്കെ സൂപ്പറായിട്ട് നമുക്ക് എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നെക്ക് പീസാണ്. മൂന്നാമത്തെയാണ് അതിൻ്റെ പോലെ തന്നെ ചെറിയ ഒരു കളർ ഷെയ്ഡ്സിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ആ ചെറിയ ക്രീം പേൾസിൻ്റെ കൂടെ നമ്മളൊരു കൊളാബ് ചെയ്തിട്ട് റൂബിയുടെ സ്റ്റോണും അതേപോലെ തന്നെ എമറാൾഡിൻ്റെ സ്റ്റോണും കൊണ്ടിട്ടുണ്ട്. ഈ എമറാൾഡിൻ്റെയും റൂബിയുടെയും സ്റ്റോണും ചെറിയ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതുമ്പോൾ തന്നെ അതിൻ്റെ ലൈറ്റും ഡാർക്കും ഷെയ്ഡും കൂടി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ലൈറ്റമ്മ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന പോലത്തെയുള്ള ഒരു പേളാണ് ഈ എമറാൾഡ് ഗ്രീനും ഈ റൂബി കളർ സ്റ്റോണും വന്നിരിക്കുന്നത്. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സാരിയുടെയും കൂടിയും ക്യാരി ഓവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെദർ ടച്ച് ആയിട്ടുള്ള ഒരു നെക്ക് പീസാണ്. ഇതിനും നമുക്ക് സ്റ്റഡ് അവൈലബിൾ അല്ല. നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പേളിൻ്റെ ഇട്ടാലും അത് സൂട്ടായി ഇങ്ങനെ പോകുന്നതും. അപ്പോൾ ഇത് 3ഉം ഒരു പ്രീമിയം ലുക്ക് വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന ഈ 2 നമ്പറിൽ ഏതെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്.